സുഹൃത്തുക്കളെ ചില കർമ്മലീത്ത വൈദികർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ അമ്മ ത്രേസ്യ വായിക്കണം, ജോൺ ഓഫ് ദ ക്രോസിനെ വായിക്കണം. ഇന്നലെ മഞ്ജുമൽ ധ്യാന കേന്ദ്രത്തിൽ അഗസ്റ്റിൻ അച്ഛനായിട്ട് സംസാരിച്ചു. 1 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. സംസാരത്തിൽ മുഴുവൻ ഈ കാർമൈറ്റ് സ്പിരിച്വാലിറ്റിയെക്കുറിച്ചായിരുന്നു. അപ്പം അച്ഛൻ ഈഡിത്ത് സ്റ്റെയിനെ കുറിച്ച് പറഞ്ഞു. അവരൊരു ജൂയിഷ് ഫാമിലിയിലാണ് ജനിക്കുന്നത്. ആദ്യമൊക്കെ നല്ല വിശ്വാസത്തിൽ അവൾ വളർന്നു വന്നേ. പിന്നീട് അഗ്നോസ്റ്റിക്കായി. ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് ഉണ്ട്, ഫിനോമിനോളജി, എപ്പിസ്റ്റമോളജി, മെറ്റഫിസിക്സിലൊക്കെ നല്ല അറിവുള്ള കുട്ടിയാണ്. ഒരു വേനൽക്കാല അവധിക്കാണ് ആദ്യമായിട്ട് അമ്മ ത്രേസ്യ അവർ വായിക്കുന്നത്. അമ്മ ത്രേസ്യ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ അമ്മ ത്രേസ്യയുടെ ഫാനായിട്ട് മാറുകയാണ്. പിന്നീട് അവർ കാത്തലിക്കായി, ഒരു കാർമലൈറ്റ് നണ്ണായി. അറിവിലേക്ക് സ്പിരിച്വാലിറ്റി കയറി വരുമ്പോൾ പിന്നെ അവിടെ ഒരു അത്ഭുത പ്രപഞ്ചം നമ്മൾ കാണുകയാണ്. ഇത് ഗോസ്പലിൽ മേരിയെ നോക്കി. നമ്മൾ പലപ്പോഴും മേരിയെ കാണുന്നത് എങ്ങനെയാണ്? ഒരു സാധാരണ പെൺകുട്ടി, ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി എന്നല്ല കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല ഗോസ്പലിൽ മേരിയെ പ്രസൻറ്റ് ചെയ്യുന്നത്. മേരി ചിന്തിക്കുന്നൊരു കുട്ടിയാണ്. മാലാഖ ഒന്ന് സല്യൂട്ടേഷൻ കൊടുക്കുമ്പോൾ അവൾ അസ്വസ്ഥയായി എന്ന് പറയാം. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. നിനക്കൊരു കുട്ടി ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അന്ന് അങ്ങനെ ആവട്ടെ എന്നല്ല പറയാം. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഒരു മറുചോദ്യം ചോദിക്കുന്നത്. ചിന്തയും ചോദ്യവും സ്പിരിച്വാലിറ്റിക്കെതിരല്ല. പലപ്പോഴും നമ്മൾ കരുതും ആത്മീയത എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒന്നും ചോദിക്കാതെ, ഒരു ചോദ്യങ്ങളും ഇല്ലാതെ എല്ലാം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ലെന്നേ. ചിന്തയുണ്ടാവണം, ചോദ്യങ്ങളുണ്ടാവണം. നമ്മുടെ അറിവിലേക്ക് ദൈവം കയറി വരണം. അവിടെ ചിന്തയുണ്ട്, അവിടെ ചോദ്യമുണ്ട്. And that is spirituality.